ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് 250 ml കപ്പിൽ തന്നെ അരക്കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ തൈരിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മുടെ ഉപ്പിന് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ തൈരും റവയും ഒക്കെ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പച്ചവെള്ളം, ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് റവയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള മാതിരി അതേ അളവിൽ ബാക്കി ചേരുവകൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിൽ നിന്ന് ടൈറ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. കറക്റ്റ് അളവിലെടുത്താൽ ലൂസാകില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അളവൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവായിട്ട് വെച്ചാലും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനോയാണ്. ഈ ഇനോ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം അപ്പസോഡ, അതായത് ബേക്കിംഗ് സോഡ 1 പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണാണ് ഇനോ ചേർത്ത് കൊടുക്കുന്നത്. ഇനോ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനോ ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നന്നായിട്ടൊരു പതയൊക്കെ വരും. ആ സമയത്ത് ഒരുപാട് ഓവർ മിക്സിങ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ പതയൊക്കെ പെട്ടെന്ന് അടങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് അപ്പം ഒരുപാട് സോഫ്റ്റായിട്ട് കിട്ടില്ല, ഇങ്ങനെ ഓട്ടോയിട്ടൊന്നും വരില്ല. അപ്പോൾ ഇത് ഒരുപാട് മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും ഒന്ന് എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം നല്ലെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ മതിയെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരല്പം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുടെയും ഒരു ഓട്ടം ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇത്. നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും. സാമ്പാറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കറികൾ വേണമെന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ചട്നി, ഏതെങ്കിലും ചട്നിയുടെ ഒപ്പം, ഒരു ഉള്ളിച്ചമ്മന്തിയുടെ ഒപ്പം പോലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. വളരെ ഇൻസ്റ്റൻ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. രാവിലേക്ക് നമ്മൾ നേരമേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് രണ്ടാമത് ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതും രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റവ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.